സബ്സ്ക്രൈബ് ചെയ്യല്ലേ? നമ്മളെ ആൾക്കാർ തന്നെയാണ്. അല്ല നിങ്ങൾ എപ്പോഴാ പോവത്? ഇന്ന് നൈറ്റ് പോണ വണ്ടി അത്. ഇന്ന് നൈറ്റ് അല്ലേ? അതാണ് ഇപ്പൊ വെള്ളം അവിടെ ഇറക്കിയത്. അപ്പൊ നമ്മള് എല്ലാവർക്കും നമ്മളോട് വരലുണ്ട്, ഇവിടുന്ന് കണ്ടു പോകലുണ്ട് എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നല്ലൊരു കിടില എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിയാറ് നമ്മളെ മച്ചന്മാര്. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത് കുറച്ച് കൊഞ്ച ടാസ്ക്കാണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അയ്യോ ഇപ്പൊ മീനില്ല. ഇതിലൊക്കെ ഇവിടൊക്കെ മീനായി കാരണം. അല്ല അപ്പൊ ഐസ് അവിടെ. ഓ ഇതപ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ ഐസ് ഇങ്ങനെ. 5000 ഡീസൽ എവിടെയാണ്? ഏ സൈഡില? അപ്പൊ അങ്ങനെ എത്ര ഇതുണ്ട് ഇതിന്റെ ഉള്ളില്? 3 2 ഈ ഐസ് നമുക്ക് അത്രയും ഐസും കിട്ടും. 4000 400 300. അല്ല അതല്ല, എത്ര ഡേയ്സ് നമുക്ക് ഈ 8 8 ഐസ് എത്ര ദിവസം കിട്ടുന്നു? ഡേയ്സ് 10 ദിവസം വരെ കുഴപ്പമില്ലാണ്ട് കിട്ടും. തിന്ന ഏതടുത്ത് എപ്പോഴൊക്കെ ബോഡിയൊക്കെ അലകടേ. പാനി എന്താ? പാനി മീൻ കല്ല്. പിന്നെ അത് ഐസ്. ഇത് ഐസ് ഉണ്ട്, അത് ഐസ് ഉണ്ടോ? ഐസ് കളി 5. ഐസടാ, മൊത്തം ഐസാണ്. ഇത് ഫുൾ ഐസ്. ഇപ്പം 3 ഡോറുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടത് അതായത് എടുക്കണ മീനെ സ്റ്റോർ ചെയ്യണത്. പിന്നെ രണ്ടാമത് കണ്ടത് എഞ്ചിനും കാര്യങ്ങളും നിൽക്കണത്. പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ഫുൾ ഐസ്. ഈ ഐസ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട മീനെ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതിക്ക് എടുക്കണത്. അത് എങ്ങനെയാ വെച്ചാൽ അടിയിലൊരു ഡോറുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് അതിൽ കൊണ്ടുപോയി ഇടല്ല, അടിയിൽ. അത് ഇതിൻ്റെ അടിയിൽ ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇടാം? ഈ മീൻ നിൽക്കണ ഇതിക്ക് ആവശ്യാനുസരണം എന്തെടുക്കാം? ഐസ് എടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ കീപ്പി മെക്കാനിസം വരുന്നത്. അതിലാണ് മീൻ ഇടുന്നത് തോന്നുന്നില്ലേ? അത് തന്നെ. ഹൗ മെനി ഡേയ്സ് യു? 8 10 8 9 10 അപ്പോ പാനി ഫുഡ് എല്ലാ ബോട്ടിലെ ഫുഡ് അല്ല എവിടെ ഇത് കുക്ക് ചെയ്യുന്ന സ്ഥലം? എവിടെ കുക്കിയുടെ സ്ഥലം ഒക്കെ നമുക്ക് ഇത്രയും സപ്പോർട്ടായ ആൾക്കാർ നമ്മൾ വേറെ കണ്ടില്ല. നമ്മൾ വരുന്നത് കൽക്കട്ട, ഈസ്റ്റ് ബംഗാളത്തെ ആൾക്കാരാണ്. നമ്മളിപ്പോ പേര് നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടാൻ. ഇത് തന്നെ ഇതില് കുടിവെള്ളം വരുന്ന ഇതിലിട്ടാ. മസാലയും കാര്യങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ കുക്കിങ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട്. കാരണം എന്താ വെച്ചാൽ കാറ്റും കാര്യങ്ങളും വന്നിട്ട് ഇത് കിടായിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിങ്ങാണ് കുക്കിങ്ങിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എവിടെയൊക്കെയാണ് ഇവർ കടക്ക? നമ്മളെ കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലങ്ങളാകേണ്ടത് കണ്ടില്ലേ? അപ്പൊ ഇവിടൊക്കെ പക്ഷെ ഇങ്ങനെ കുലുങ്ങുമ്പോ ഉണ്ടല്ലേ? ചോറില്ലേ അതിൽ കാല് പോടുന്നോ ചോറ് കൊടു അതിൽ വേറെ ഡോക്ടർ ഇത്രയും കാലം ഒരു ഒരു ചോദ്യം എന്താ വെച്ചാൽ, കടലിൽ പോയ 8-9 ദിവസം അവർ കടലിൽ പോയി നിൽക്കും നമുക്കറിയാം. അപ്പോൾ ഈ 8-9 ദിവസം വരെ ബാത്റൂം പോകണല്ലേ? ഒരു മനുഷ്യന് ഒരു ദിവസം എന്തായാലും പോകണല്ലോ. ഈ 8 ദിവസം എന്ത് കാട്ടുന്നുള്ളത് കടലിലാണ്. അപ്പോൾ ആ സ്ഥലം നമുക്കിനി കാണാൻ പോകും. അപ്പം കടലിലെ കപ്പലിലെ ബാത്റൂം കണ്ടോളൂ. നമ്മളെ മിനി കപ്പലിലെ ബാത്റൂം ഇതാ.
കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ബാത്റൂം വരുന്നത്. ഇങ്ങനെ ഒന്നല്ല ഒന്ന് കുഞ്ഞി കുളിക്കണമെങ്കിൽ കുളി ഉണ്ടാവും. कुल्ले शाले ये शाले 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 മുഖ്യ സാമൻ എന്താ ആ ഒരു മുഖ്യ സാമം ആ ഇത് എന്താ റോപ്പ് എന്താ ബോട്ട് മുഖ്യ സാമം ഒരു ബോട്ടിന് മീൻ മാറും. അതായത് ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കപ്പലിലെ മെയിൻ സംഭവമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് അവർ മീൻ പിടിക്കുന്നത്. വലൊക്കെ കൈകാര്യം ചെയ്യണത് ഇത് വെച്ചിട്ടാണ് അല്ലേ? വലൊക്കെ കൈകാര്യം ചെയ്യണേ. ഇത് മുഖ്യ സാമം. അപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാലേ ഇത് കംപ്ലീറ്റ് ബോട്ട് കരയെ വേണം. അതായത് ഇത് കംപ്ലൈന്റ് ഇല്ല തൊഴിലിന് നല്ല, ഇത് കംപ്ലീറ്റ് തൊഴിൽ മോശം. അതായത് ഇതുപോലെ ഇരിക്കും. ഇത് പണി തന്നേനെ. കടലിൽ ഒറ്റപ്പെട്ടു പിന്നെ കാര്യമില്ല. പിന്നെ ഒറ്റപ്പെട്ടു നല്ല മീൻ പിടിക്കാൻ പറ്റൂല, ഞാൻ കരയൊക്കെ പോരാ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എപ്പോഴത് പോണത്? ഇന്ന് നൈറ്റ് അല്ലേ? നമ്മ കുളിക്കുമല്ലോ. അതാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ കാണിച്ചു തരുന്നത്. ഞങ്ങളിത് ഇങ്ങനെ ഒരിക്കലും കരുതിയിട്ടില്ല. ഒരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടി ഫുള്ള് ഒക്കെ പഠിപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാത്റൂം ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല കേട്ടോ. പറയാലോ ഞാനൊക്കെ അവിടെ വല്ല കടലിൽ പോയിട്ട് പിന്നെ എന്തോ കാട്ടല്ലോ ആളുകൾ ഉണ്ടാവുമല്ലോ, പ്രൈവസി ഉണ്ടാവുമെന്നൊക്കെ ഇതിൻ്റെ മെയിൻ ഡൗട്ട് ചെയ്തു. അല്ല നിങ്ങൾക്ക് ഉണ്ടാവും സ്വാഭാവികം. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ഇവരെ പേരൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഇത്രയും ഇതാക്കിയിട്ടാലും പേര് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. நம்ம பேரு SD ராஜ். നിതിരാജ്, SD ராஜ். SD രാജ്. SD രാജ് நம்ம ஒரு சேனல் ഉണ്ട് ഫേസ്ബുക്കിൽ SD രാജ്. പേര് പറയും. മൂപ്പര് ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, SD രാജ്. അതിലെന്തൊക്കെ അപ്ലോഡ് ഉണ്ടോ? അപ്ലോഡ് നമ്മ വീഡിയോ ഉണ്ട്, റീൽസ് വീഡിയോ, റീൽസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. കടലിൽ പോണതാ അല്ല വേറെ പേഴ്സണൽ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളെ പേര്? अरे राम राम ഉങ്ക രാം राम 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 രാംദാസ്. रामदास സ്ഥലം? അവ പേര് രാംദാസ്. രണ്ടാളും രാംദാസ്. अरे हमारे रामदास രാംദാസ്. रामदास പേര് രാംദാസ്. ഓക്കെ, സ്ഥലം ഈസ്റ്റ് ബംഗാളാ? बांग्लादेश അപ്പൊ എത്ര ടൈം എടുക്കും നാട്ടിൽ പോവാൻ? നാട്ട് ഡിസംബറില്. ഡിസംബറിൽ എല്ലാ വർഷവും അങ്ങനെ പോക്കും? ഡിസംബറിൽ മാത്രം, ബാക്കി ടൈം ഫുള്ള് കടലിൽ. दिसंबर में आएगा तो और दिसंबर कटेगा। ഡിസംബറിലും ഇത് കടലിൽ പോക്കില്ല. ലീവ് എല്ലാവർക്കും 20 നാള് ലീവ്. പെട്രോളിങ് അങ്ങനെ ആയതുകൊണ്ടാണോ കടലിൽ പെട്രോളിങ് അങ്ങനെ സംഭവമില്ലേ? എന്താണ് ട്രോളിങ് ട്രോളിങ് ഡിസംബർ ഇല്ല ഒന്നും പ്രശ്നം ഇല്ല. പറഞ്ഞ മനസ്സിലായെങ്കിൽ അതായത് മീന് പിടിക്കാൻ പാടില്ല അത് ഡിസംബറിൽ. അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട്? കാരണം മീൻ പിടിക്കാത്ത എന്താണ് പ്രശ്നം? ഡിസംബറില് ഇങ്ങ ക്രിസ്മസ് ഉണ്ട്. ക്രിസ്മസ്. ക്രിസ്മസില് നമ്മ സ്രാങ് തമിഴ്നാട് സ്രാങ്. തമിഴ്നാട് ಎಲ್ಲ ಕ್ರಿಶ್ಚಿಯನ್ ಆಳು. அந்த நேரம் தமிழ் ஆள் எல்லா போட்லேயும் 20 நாள் 15 நாள் எப்படி ലീവ്. ഇപ്പോൾ ഒന്നും ലീവ് ഇല്ലേ? ഡിസംബറിൽ മാത്രം ലീവ്. ഇപ്പോൾ ഒന്നും ലീവ് ഇല്ല. ഇപ്പോൾ തൊഴിലെ വാറ് കടയിൽ പോകണം, തൊഴിലെ വാറ് കടയിൽ പോകണം. നിങ്ങള് കല്യാണം കഴിച്ചിട്ടാ? ആമാ, കല്യാണം കഴിച്ചു. മക്കളെ എത്ര? അല്ല ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും? നമ്മ അപ്പ ഇത് ഉങ്ക അപ്പ? ആമാ അപ്പ താത്ത. അപ്പൊ നിങ്ങള് ഫാമിലി ഇത് ഫാമിലിയാണ്. ഇതിന്റെ അതായത് ഓണർ ഉണ്ടാവല്ലോ ഈ ഇതിന്റെ മലയാളി പേര് മുരളി. സിദ്ദിഖ്. എങ്ങനെ? ശരംഗ് തമിഴാണ്. തമിഴ്നാടുള്ളതാണ്. ഓണർ മലയാളി. തമിഴാണ്. സ്രാങ്ക് തമിഴ്നാട്. ഇതിലെല്ലാം സാപ്പിട്ട് എല്ലാം തൂങ്ങണം, എല്ലാം ബാത്റൂം തന്നെ എല്ലാം ഇങ്ങ. ഡിസംബർ അല്ലാത്ത എല്ലാ ദിവസവും ഇതിന്റെ ഉള്ളിൽ ഫുള്ള് അത് മലയാളിയാ? അത് ഇത് നോക്കി ചിരിക്കണ്ട അവിടുന്ന് ഒരാൾ. കിച്ചൺ ആള്. കിച്ചൺ കുക്ക്.
എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി തരിക? നമുക്ക് ചോറ്, ബിരിയാണി, ചാപ്പത്തി, പൊറോട്ട, പുട്ട്, ബിരിയാണിയൊക്കെ ചിക്കൻ ബിരിയാണിയാണോ? ഫിഷ് ബിരിയാണി, ഫിഷ് ബിരിയാണി. ഫിഷ് ഒക്കെ ലൈവായി കിട്ടുമല്ലേ കടലില്? നല്ല നെമ്മീന്, ഔലി, നല്ല വെറൈറ്റീസ് മീനുണ്ട്. നിങ്ങളൊക്കെ ഹാപ്പിയാണ്? നമ്മ എല്ലാം ഹാപ്പി ഉണ്ട്. നമ്മ ഫുള്ള് ഫാമിലി ഇതേ പാകണം, എന്ത് തൊഴിൽ പാകണം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടി നമുക്ക്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കിട്ടുന്ന ഒരിക്കലും കരുതി, നമ്മൾ ജസ്റ്റ് കയറി സംസാരിക്കാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ അതിലുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കപ്പലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജീവിതം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതേമാതിരി സംസാരിക്കലുണ്ട് ആൾക്കാരായിട്ടൊക്കെ. സബ്സ്ക്രൈബ് ശരിക്കും നമ്മൾ സംസാരിക്കലുണ്ട് ഇതുവരെ ആൾക്കാരൊക്കെ ആയിട്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ സംസാരിക്കലുണ്ട്, പക്ഷേ വീഡിയോ എടുക്കലില്ല. പക്ഷെ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തന്നു. കുറച്ചുകൂടി അവർ കോപ്പറേറ്റീവ് ആയി, അവരും ഇൻട്രസ്റ്റ്, അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായി. അത് നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്, അല്ലേ? നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുക നമ്മൾ അവിടെ തന്നെ. ഇതേമാതിരി എന്തെങ്കിലും നമുക്ക് ഇതേമാതിരി കണ്ടന്റ് കിട്ടി, അപ്പൊ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുത്ത. ഇനി നമ്മൾ ഒന്നുകൂടി പ്രൊഡക്ഷൻ കൊണ്ടും ക്വാളിറ്റി അടിപൊളിയായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. നിങ്ങൾ പറഞ്ഞേ, മറ്റേ പറയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ. അടിച്ചു പൊട്ടിച്ചു. ശരി, ബൈ.